ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്ന് കാണിച്ചും ബി ജെ പി ചില ആളുകളെ പണം തട്ടി. തിരുവനന്തപുരം നോർത്തിലെ BJP നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലെ കള്ളത്തരമാണ് പിടികൂടിയത്. BJP സംഘടനാ സെക്രട്ടറി BL സന്തോഷ് നിയോഗിച്ച സംഘമാണ് ഈ തട്ടിപ്പും കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, ഇത് BJPയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ തന്നെയാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്. പക്ഷേ 24 മണിക്കൂറേ ആകെ ഒരു ദിവസമുള്ളൂ. 27 മണിക്കൂർ ആ ദിവസം ഞങ്ങളുടെ കാർ ഓടി എന്ന് പറഞ്ഞിട്ട് ബില്ല് എഴുതിയിട്ട് പണം തട്ടുകയാണ്. അതും പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവിൻ്റെ പേരുള്ള സംഘത്തിൽ നിന്നാണ്, ഈ ടൂർ കമ്പനിയിൽ നിന്നാണ് താനും. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അതെ, അതുതന്നെയാണ് വളരെ വളരെ ഷോക്കിംഗ് എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം, അതായത് BL സന്തോഷിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരമുള്ള അവലോകനം നടത്തുകയും അതനുസരിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വീണ്ടും ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ഇത്തരമൊരു തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. സാധാരണ 24 മണിക്കൂറാണ് ഒരു ദിവസത്തിനുള്ളത്. 27 മണിക്കൂറാണ് വാഹനം ഓടിയതായിട്ട് ബില്ല് സമർപ്പിക്കുകയും അതിൻ്റെ തുക കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇത് കുറഞ്ഞ വ്യക്തിയല്ല, ഇതൊരു ഗൂഢാലോചന അല്ലെ ക്രിമിനൽ കുറ്റമായി ഗൂഢാലോചന നടത്തി ടൂർ കമ്പനി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റു ട്രേഡിംഗ് കമ്പനികൾ ഉണ്ടാക്കുക, അതിൽ തന്നെ താക്കോൽ സ്ഥാനത്തിരുന്ന് തീരുമാനമെടുക്കാൻ പറയുന്ന വ്യക്തികൾ തന്നെ അവരുടെ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ എന്ത് സംഭവിക്കുന്നു? കൊട്ടേഷൻ ചോർത്തി കൊടുക്കുന്നു, സ്വന്തം കമ്പനിക്ക് ആ തുക വരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ടാക്സി കരാറാണ്. നാല് വാഹനങ്ങളാണ്, ഈ ടാക്സികളാണ് ഓടിയിരിക്കുന്നത്. ഈ 4 ടാക്സികൾ ഓടിയിരിക്കുന്ന ടാക്സികളുടെ ബില്ലിലാണ് ഒരു ദിവസം തന്നെ 27 മണിക്കൂർ ഓടിയതായിട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ചെറിയൊരു തട്ടിപ്പിൻ്റെ ഒരു മുകൾ പരപ്പ് മാത്രമാണ്. ഒരു കടലിലൊരു ഐസ് മലയുടെ മുകളിൽ കാണുന്ന ഒരു ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കപ്പെടുന്നു. എത്രയധികം തട്ടിപ്പുകൾ നടന്നിരിക്കാം. 4 ടാക്സിക്കാർ ഓടിയതിലാണ് 27 മണിക്കൂർ, അത് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എന്നുള്ള 27 മണിക്കൂറായി ചൂണ്ടിക്കാണിച്ച് പൈസ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് യാതൊരുവിധ പരിശോധനയില്ലാതെ പൈസ നൽകി എന്നതാണ് കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് ആരൊക്കെ ഉത്തരവാദികളാവും, അല്ലെങ്കിൽ ആരൊക്കെ ഇതിൻ്റെ നടപടിയെ നേരിടേണ്ടി വരും എന്നതല്ല പ്രധാന പ്രശ്നം. എവിടെയാണ് സിസ്റ്റത്തിന് പിഴച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണങ്ങൾ ഏതൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതൊരു മഞ്ഞുമലയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിനെ പ്രധാനപ്പെട്ട ഇതേ ടൂർ കമ്പനി തന്നെയാണ്, അതിൻ്റെ പാർട്ണർമാരുള്ള കമ്പനി തന്നെയാണ് കൊടി അഴിമതിയിലും കൊടി വാങ്ങിച്ചതിൽ അല്ലെങ്കിൽ വ്യാജമായി കൊടിക്ക് പണം കൈപ്പറ്റുകയും കൊടി സപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്ത അഴിമതി ആരോപണം നേരിടുന്നത്. അതേ കമ്പനി തന്നെയാണ് ടാക്സി ബില്ലും ഇത്തരത്തിലുള്ള വ്യാജമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും അടിമുടി തട്ടിപ്പ് നടന്നു എന്നതിലേക്കുള്ള ആരോപണം ശരിവെക്കുന്നതാണ് ഈ ടാക്സി ബില്ല്. അതാണ്. നന്ദി ശരത് ലാൽ.